നഖത്തുമ്മ വെള്ള കുത്തു വന്നു കഴിഞ്ഞാൽ കുത്തം കിട്ടാനാന്ന് പറയും, പുതിയ ഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറയും. അത് ശരിക്കും പറഞ്ഞ ഒരു മിത്താണ്. ഫാക്ടിന്റെ സെൻസിലായിട്ട് പല വിറ്റാമിൻ കുറവ് കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നഖത്തുമ്മ ഇങ്ങനെ വൈറ്റ് ഇത് വരുന്നത്. ഫുഡിന്റെ ഒക്കെ പ്രശ്നമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് നഖമാണ്. അപ്പോൾ ഞാൻ നഖം റിലേറ്റഡ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റി ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കമൻറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നട്ടപ്പുറ വെയിലത്ത്, അത്യുഗ്രൻ വെയിലത്ത്, അടിപൊളി ബ്ലോക്കിൽ ഞാൻ കത്രികടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നിങ്ങൾ വായോ, നമുക്ക് അവിടെ പോയിട്ട് എന്താണ് അവിടുത്തെ കലാപരിപാടികൾ നഖത്തിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, എന്ന് നോക്കാം. യെസ്, ഓഫ് കോഴ്സ്. എവിടെ പോകണമെന്ന് ഞാൻ പറയില്ല, കൂടെ വായോ. ഓക്കെ, അപ്പോൾ ഫൈനലി നമ്മൾ കത്രികടവിൽ പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. വെള്ളമില്ലാതെ ഒരു രക്ഷയില്ല, ആഴ്ച ചവറ് ഭയങ്കര ചൂടാണ്. സോ ഓൾവേസ് ഞാൻ വെള്ളം കീപ്പ് ചെയ്യാറുണ്ട്. സോ ഫൈനലി ഞാൻ വന്നിരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാകും. ഞാൻ നെയിലാട്ടിന് വേണ്ടി വന്നിരിക്കുന്നതാണ് നെയിൽസ് ബൈ രാഖി. ഇന്ന് കാലത്ത് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണക്റ്റായി സ്ട്രേറ്റ് വരാൻ പറഞ്ഞു. ഒന്നും ആലോചിച്ചില്ല, നേരെ ഇറക്കി പുറപ്പെട്ടു. ഇതാണ് എൻ്റെ, ഇപ്പം ചെറിയ ഐറ്റൊക്കെ ഉണ്ട്, ചൂടല്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ നഖം. ഇതിനെ നെയിലാട്ടി ഏത് കോലത്തിലേക്ക് വരാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ഒരു ഭാഗത്ത് പോകാം. ആദ്യം തന്നെ മറ്റേ തോന്നക്കൽ പഞ്ചായത്തിൽ എല്ലാവരെയും പറക്കുന്നതിന് മുമ്പ് തന്നെ ഞാനിവിടെ ഇപ്പം സ്ലോട്ടൊക്കെ ബുക്ക് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, ഇവിടുത്തെ ഒരു താപനില എന്താണ് സംഭവം എന്നുള്ളത് നിങ്ങളോട് അറിയിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് പെട്ടെന്ന് ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഐ ടിയിൽ നിന്ന് നേരെ ക്വിറ്റ് ചെയ്ത് പുറത്തേക്ക് വന്ന് ടിക്ടോക്കിലൂടെ വന്ന ഒരു എൻ്റെ ഒരു ജേർണി ഉണ്ട്, അതാണ് എനിക്ക് പെട്ടെന്ന് റിഫ്ലക്ട് ചെയ്തത്. അപ്പോൾ ആളിവിടെ തന്നെ ഉണ്ട്, നമുക്ക് വിളിക്കാം. രാഖി ഇവിടെ പോകും. ഇയാളാണ് ശരിക്കും മുതലാളി. അപ്പോൾ നമ്മള് കുറെ പ്രാവശ്യം പോയിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴാണ് സമയം എത്തിയത് ഇങ്ങോട്ട് മീറ്റ് ആക്കാനായിട്ട്. അപ്പൊ എനിക്ക് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ, ഈ എഞ്ചിനീയറിംഗ് ഫോർ ദ പാരന്റ്സ് ആണോ അതോ ഇതാണോ പാഷൻ? For the parents ആണ്, and this is my passion. അതാണ്. ഈവൻ എന്റെയും അതുപോലെ തന്നെയായിരുന്നു. ഐ ടി സാഹചര്യങ്ങളെ സമ്മർദ്ദം മൂലം പോയി, പിന്നെ ക്വിറ്റ് ചെയ്ത് നേരെ ഇപ്പൊ ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ട് അല്ലെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ഒരുപാട് ആൾക്കാർക്ക് ലൈക്ക് സംശയം ഉണ്ട്, ഇങ്ങനെ നെയില് ഫിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും വിഷയം വരുമോ, ലൈക്ക് എനിക്കും ആദ്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ കുറച്ച് ഡൗട്ട്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ വരാം. അപ്പോൾ കുറച്ച് ഇൻഫർമേഷൻസ് നമുക്ക് തരണം. അപ്പോൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഇതിനകത്തേക്ക് കയറി വന്നപ്പോൾ തന്നെ ആദ്യം എന്നെ അട്രാക്ട് ചെയ്ത സംഭവമാണ് ഇത്. ഞാൻ ഭയങ്കര ഒരു ബുദ്ധ അഡിക്റ്റ് ആണ്. കാരണം പക്ഷെ എനിക്ക് വന്നപ്പോൾ ഞാൻ നേരെ ജസ്റ്റ് രാഗി നോക്കി ഒരു ചെറിയ സ്മൈൽ തന്നെങ്കിലും ഞാൻ നേരെ അങ്ങോട്ടാണ് പോയത്. അപ്പൊ ഇത് എവിടെ നിന്നാണ് ശരിക്കും? ഇത് ഇവിടെ തൊട്ടടുത്ത് പാലാരിവട്ടത്ത് ഇതിനെ തന്നെ ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, കസ്റ്റമൈസ് ചെയ്യുന്ന അങ്ങനെ വാങ്ങിയതായിരുന്നു. ഇത് ആ റെസിന്റെ ക്ലോത്ത്സ് അങ്ങനെ. അത്യാവശ്യം നല്ലൊരു അട്രാക്റ്റീവ് ഇന്റീരിയർ ആണ് ഈ ഒരു സംഭവം. പിന്നെ ദാ ഇവിടെ ഈ സൈക്കിള് വേണേ ഇവിടെ സ്ഥലം ഒഴിപ്പിക്കാൻ വേണേ ഞാൻ കൊണ്ടുപോകാം. ഓൾവേസ് ഈ ഇതേപോലത്തെ എനിക്കും കുറച്ച് ഇന്റീരിയർ പ്രേമമുള്ള കൂട്ടത്തിലാണ്. ഇതേപോലത്തെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഇത് തലയിൽ കൂടെ പുക പോണ അവസ്ഥയല്ല. ഇതിൽ നമ്മുടെ വേണമെങ്കിൽ നമ്മുടെ പെർസെപ്ഷൻസ് തോട്ട്സ് ഒക്കെ ഗ്രോ ചെയ്യുന്ന രീതിയിലുള്ള സംഭവമായിട്ട് ഇതിനെ നമുക്ക് എടുക്കാം. അത് തന്നെയാണെന്ന് തോന്നുന്നു ഏറെക്കുറെ അല്ലേ. അപ്പോൾ നെഗറ്റീവ്സിനൊക്കെ തള്ളി കളഞ്ഞിട്ട് ഇതേപോലെ തലയിലുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ഉയർത്താൻ നോക്കുക ഗൈസ്. അപ്പം അതാണ് ഇവിടെ നമ്മുടെ ഒരു മെയിൻ ഏരിയ. ഇതിൻ്റെ ഉള്ളിൽ വർക്ക് നടക്കുകയാണ്. ഞാൻ അത് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇന്റർപ്റ്റ് ചെയ്യുന്നില്ല, പുറത്തുനിന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. പിന്നെ ഇതൊക്കെയാണ്, ഇത്രയൊക്കെയാണ് സംഭവം. ഉള്ള ഫെസിലിറ്റിയിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ എൻജോയ് ചെയ്ത് മറ്റുള്ളവരെ ഹാപ്പി ആക്കുന്ന രീതിയിൽ പീസായിട്ട് കൂളായിട്ട് പോകുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഉടമയാണ് രാഖി. അപ്പൊ ഇനി അടുത്ത നമ്മുടെ പെഡിക്യൂർ മാനിക്യൂർ ആ സംഭവത്തിലോട്ട് പോകുമ്പോഴുള്ള ഡീറ്റെയിൽസും പിന്നെ രാഖിയുടെ കുറച്ച് ഇൻഫർമേഷൻസും ഞാൻ നിങ്ങൾക്ക് തരാം. സ്റ്റേ ട്യൂൺ.
ഇതുപോലത്തെ ഒരു ക്ലാസ് സംഭവമാണ്. ഇത് ഏറ്റവും കൂടുതൽ ഫൈനലി ഞാൻ നെയിൽ ആർട്ട് ചെയ്തു. നെയിൽസ് ബൈ രാഖി. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ലൈക്ക് ഇങ്ങനെ എക്സ്റ്റൻഷനൊക്കെ വയ്ക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുമോ എന്നൊക്കെ ആയിട്ട്. പക്ഷെ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി, ഭയങ്കര ഹാപ്പി ആയി. സത്യം പറഞ്ഞാൽ നെയിൽ കളർ എടുക്കാനായിട്ട് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് ഇവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയപ്പോൾ കുറേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഒരു മേക്ക് ഓവർ, ഒരു ഫിംഗർ മേക്ക് ഓവർ എന്ന് തന്നെ പറയാം. സോ ഹാപ്പി. അപ്പോൾ ഫുൾ വീഡിയോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ മെൻഷൻ ആക്കുന്നുണ്ട്, എങ്ങനെയായിരുന്നു എൻ്റെ പ്രോസസ്സ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. സോറി ഗൈസ്, അത് ഇൻസ്റ്റയിലേക്കുള്ള വീഡിയോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫുൾ വീഡിയോ എന്നൊക്കെ പറഞ്ഞത്. അപ്പം താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ മസ്റ്റ് ട്രൈ ഹിയർ. ഓക്കെ, നെയിൽസ് ബൈ രാഖി.